ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ലെൻറ്റിൽ സൂപ്പാണ്. ഈ ഓറഞ്ച് ലെൻറ്റിൽ വെച്ചിട്ട് ഉള്ളൊരു സൂപ്പ്. ഇതൊരു ലെബനീസ് ഡിഷാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ഓറഞ്ച് കളറിലുള്ള പരിപ്പ് ലെൻറ്റിലാണ്. അത് ഞാൻ വാഷ് ചെയ്ത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ പ്രഷർ കുക്കറിലാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തോ ചോപ്പ് ചെയ്തോ എങ്ങനെയാണെങ്കിലും വയ്ക്കാം. ഫൈനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവോള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോസ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ. ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. സാധാ ഡിഷിലും ചെയ്യാം. ഇത് കുക്കറിലാകുമ്പോൾ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. കുറച്ച് മാത്രം മതി. ഇതിൽ ഓയിലൊക്കെ കുറച്ച് ഇച്ചിരി ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആയിക്കോട്ടെ. ആ സമയത്തേക്ക് നമുക്കതിനകത്ത് കുറച്ച് ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ജീരകം, നല്ല ജീരകം ഒന്ന് പൊട്ടിക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നല്ല ജീരകം വെച്ച് പൊട്ടിക്കുമ്പോൾ ഈ പരിപ്പിൻ്റെ ഗ്യാസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാനൊന്ന് ജീരകം പൊട്ടിച്ചത്. അതൊന്ന് കളറൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ. അതിന് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി, ഗാർലിക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളറിലേക്ക് ആവുന്നതിന് വരത്തേക്കിന് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിക്കൊരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ പെട്ടെന്ന് അടിയിൽ ഒട്ടിപ്പിടിക്കും. അത് കാര്യമാക്കണ്ട. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് ഇളകി വന്നോളും, കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി കാരമലൈസ്ഡ് ആവുന്നതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ആയിട്ട് വരണം. ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഉള്ളി കുറച്ചൊന്നൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഇതിലേക്ക് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കംപ്ലീറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി. ഇത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ടൈം ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേർത്തായിട്ട് തോന്നും. അപ്പോൾ ഇപ്പം നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് ഇതൊന്ന് മിക്സായി ഒന്ന് വെന്ത് വരണം. ആ വെന്ത് വരുന്ന സമയത്ത് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഉള്ളിയും ഗാർലിക്കും നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആക്കാനായിട്ട്. നമ്മൾ ആഡ് ചെയ്ത് തക്കാളിയും നന്നായിട്ട് അതുമായിട്ട് മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എന്തായാലും നമുക്ക് ഇതിനകത്തിട്ട് വേവിക്കാൻ പറ്റത്തില്ല. ഇപ്പം അടച്ചു വയ്ക്കുമ്പോൾ അത് വെന്തോളും. ഇപ്പം നമുക്കങ്ങനെ അതിൻ്റെ അകത്തിട്ട് അങ്ങനെ വേവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എല്ലാം ഒന്ന് മിക്സ് ആവണം. ചെറിയൊരു റോസ്റ്റ് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണം. അത്രയും മാത്രമേ ഉള്ളൂ. ക്യാരറ്റ് ഇപ്പോൾ ഇടുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ആകെ നമ്മൾ ചേർക്കുന്ന ഒരു മസാല ഇടണം. മസാല എന്നല്ല, ഒരു സ്പൈസ്. അതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക.
ഓൾമോസ്റ്റ് എല്ലാ കുക്ക് ചെയ്യുന്ന ഐറ്റത്തിലും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ കറി പൗഡേഴ്സും ഇപ്പം മുളക് പൊടിയാവട്ടെ, മഞ്ഞൾപ്പൊടി ആവട്ടെ, മല്ലിപ്പൊടി ആവട്ടെ, എല്ലാം നാട്ടിൽ നിന്ന് എനിക്ക് പൊടിച്ച് കൊടുത്തു വിടുന്നതാണ്. അതേ ഉപയോഗിക്കുകയുള്ളൂ ഇവിടെ. അല്ലാതെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവർ വേറെ എന്തുപയോഗിച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ എത്ര വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പൊടിവർഗ്ഗങ്ങൾ കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിപ്പോൾ വെയിറ്റ് കൂടിയിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരുടെ അടുത്തു നിന്നെങ്കിലും കൊടുത്തു വിടാനോ കൊറിയർ അയക്കാനോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെൻറ്റിൽ അല്ലെങ്കിൽ പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് സാധാ പരിപ്പല്ല, ഓറഞ്ച് കളറിലുള്ള ലെൻറ്റിലാണ്. ഇത് വേകാൻ എളുപ്പമാണ്. ഇതിനൊരുപാട് കൊഴുപ്പില്ല. പിന്നെ നല്ല പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ലെൻറ്റിൽ നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തത്തിൽ ഒരു 2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1 2 3 4. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ തന്നെ ഒന്ന് തിളയ്ക്കാൻ വിടുക. ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ പത പോലെ പൊങ്ങി വരും. ആ പതയൊന്ന് നീക്കം ചെയ്യണം നമ്മൾ. അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ. ഇപ്പം നമ്മുടെ ഈ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പത പോലെ പൊങ്ങിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് കളയണം. അപ്പോൾ ഇങ്ങനെ സ്പൂണൊന്ന് ചെറുതായിട്ട് ചരിച്ച്, അല്ലെങ്കിൽ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലത്തെ ഒരു തവി എടുത്തിട്ട് ഇങ്ങനെ കോരിയെടുത്ത് ഇത് നമ്മൾ കളയണം. നമ്മളെ കൊണ്ട് കളയാൻ പറ്റുന്നിടത്തോളം ആ പത പോലത്തെ സാധനം കളയുക. ഇത് തിളച്ച സ്ഥിതിക്ക് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരാം. 1 വിസിലൊക്കെ മതി. നമ്മൾ ഇത് ചെയ്തതുകൊണ്ട്, കുതിർത്ത് വെച്ചതുകൊണ്ട്. കുതിർക്കാത്താണെങ്കിൽ ഒരു 3 വിസിൽ വരണം. കുതിർത്തായതുകൊണ്ട് ഒരു 2 വിസിൽ വന്നാൽ മതി. ഒരു 2 വിസിൽ വരുന്നിടം വരെ ഇത് നമ്മൾ അടച്ചു വയ്ക്കണം. നമ്മുടെ ലെൻറ്റിൽ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ വന്നിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി. പ്രഷർ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാവുള്ളൂ. പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എല്ലാം ഇങ്ങനെ എല്ലാം വെന്തിട്ടുണ്ട്. പക്ഷെ എല്ലാം അങ്ങോട്ടൊരു ഒന്നൊന്നായിട്ട് യോജിക്കാതെ കിടക്കുന്ന പോലെ ഒരു ഫീലാണ്. ഇതിനൊരു സൂപ്പാക്കാനായിട്ട് നമുക്കിതിനകത്തേക്ക് ആദ്യം കുറച്ച് ലെമൺ, അതായത് ഇപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി ഉണ്ട് ഇത്. അപ്പോൾ ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലേക്ക്, ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലേക്ക് ആക്കാവുള്ളൂ. അതല്ല ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് ഞാനിതിപ്പം ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊന്ന് ജസ്റ്റ് ഞാനിതൊന്ന് പൊക്കി ഒഴിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഒത്തിരി കട്ടിയില്ല എന്നാൽ ഒത്തിരി ലൂസും ഇല്ല. എല്ലാ സാധനങ്ങളും അതിനകത്ത് ബ്ലെൻഡ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോവില്ല. ഇടയ്ക്ക് കുറച്ച് നമുക്ക് കാണാനുമുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. ഒത്തിരി കട്ടിയായി പോയി കഴിഞ്ഞാൽ സൂപ്പ് കുടിക്കാനൊരു പാടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിയും അതൊക്കെ നോക്കാം. ഞാനിതിൻ്റെ ഉപ്പ് നോക്കി, ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർക്കാം. കുറച്ച് മതി. ബാക്കി ആവശ്യാനുസരണം കുടിക്കുന്നവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഈ സൂപ്പ് 2 രീതി സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ബട്ടർ എടുക്കുക, അതൊന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക്
ഒരു ചെറിയ സ്പൂൺ, എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ സ്പൂണ് മുളക് പൊടി അതിനകത്തേക്ക് ഇടുക. മുളക് പൊടി കരിഞ്ഞു പോകരുത്. ചെറിയ സ്പൂൺ അതിലേക്ക് ഇടുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുക, എടുക്കുക. ഈ സാധനമാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത്. സോ ഇത് 2 രീതിയിൽ സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നമ്മളിപ്പോൾ ബട്ടർ വെച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ട് എടുത്ത് വെച്ച് സെർവ് ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സൂപ്പ് സെർവിങ് ഡിഷിലേക്ക് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഈ താളിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ക്രീം ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ക്രീം ഒഴിച്ച് സോ ഇവിടെ 2 രീതിയിൽ നമ്മൾ സൂപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ക്രീമൊന്നുമില്ല, ചെറിയ ബട്ടറിൽ മുളക് പൊടി മാത്രം ഇട്ടൊന്ന് താളിച്ചത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മുളക് പൊടി ബട്ടറിൽ താളിച്ചെടുക്കുന്നത് നമ്മൾ സൂപ്പ് പിന്നെ പരിപ്പ് കറി അങ്ങനെ എന്ത് വെച്ചാലും ഇങ്ങനെ ഒന്ന് താളിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. രണ്ടാമത് ചെയ്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ക്രീം ഉപയോഗിച്ചിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു പെപ്പർ പൗഡർ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ഓൾറെഡി മുളക് പൊടി ഉണ്ട്. ഇതിൽ കുറച്ച് ഇടുന്നുണ്ട്. സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ നമ്മുടെ തടുക്ക ഇട്ടത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സോ ഗുഡ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. എനിക്ക് കുറച്ച് എരിയുള്ള ഫുഡാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഇതാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാത്തിനും നല്ലൊരു മിക്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഈ ഡബിൾ ക്രീം ഒഴിച്ച് കഴിയുമ്പോൾ ഇതെന്നറിയോ, ചെറിച്ചിരി ഒഴിച്ചാലും ഒത്തിരി ഒഴിച്ചാലും നമുക്ക് അതിൻ്റെ ആ ഒരു കളർ, സൂപ്പിൻ്റെ കളർ അങ്ങോട്ട് മാറും, പക്ഷെ ടേസ്റ്റ് മാറും. സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, ഇപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതും നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ഓപ്ഷനാണ്. ഇതും നല്ലതാണ്, കാരണം ഡബിൾ ക്രീം നമ്മൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, പിന്നെ ഹെൽത്തി അല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. പിന്നെ ഇത് രണ്ടും യൂസ് ചെയ്തും ഇത് ചെയ്യാം കേട്ടോ. അതായത് ഡബിൾ ക്രീമും അതിൻ്റെ കൂടെ തന്നെ തടുക്ക ചെയ്തും നമുക്കിത് ചെയ്യാം. എല്ലാം ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഡിന്നറിന് ഒരു ഹെൽത്തി ഓപ്ഷനാണിത്. ഹോപ്പ് യു ഗോണ ട്രൈ ഇറ്റ്. സീ യു ഓൾ ലേറ്റർ. ബൈ.